സ്മാർട്ട് സിറ്റി പദ്ധതി വൈകിയത് മൂലം 500 കോടി രൂപയുടെ അധിക ചെലവുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പദ്ധതിയുടെ ആസ്ഥാന മന്ദിരം 1.5 വർഷത്തിനകം തീർക്കണമെന്ന് മുഖ്യമന്ത്രി ടി.കോമിനോട് ആവശ്യപ്പെട്ടു. പവലിയൻ ഉദ്ഘാടനവും ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ഇനി ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 3.5 ലക്ഷം ചതുരശ്രടി വിസ്തൃതിയിൽ പണിയുന്ന ആസ്ഥാന മന്ദിരം 1.5 വർഷം കൊണ്ട് പൂർത്തിയാകും. ഇനി പദ്ധതി ഒട്ടും വൈകാതിരിക്കാൻ സർക്കാർ സ്ഥിരം നിരീക്ഷണം ഏർപ്പെടുത്തും. പദ്ധതി പ്രദേശത്തേക്കുള്ള റോഡ്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയുടെ വികസനവും വൈകില്ല. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ വികസനം വേഗത്തിലാക്കാൻ 25 കോടി കൂടി അധികമായി അനുവദിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതി വൈകിയത് മൂലം 500 കോടി അധികം വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. 18 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ടി.കോം സ്വീകരിക്കണം. അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ സപ്പോർട്ടുണ്ടാകും. പദ്ധതി പ്രദേശത്തിന് ഒറ്റ സെസ് അനുവദിച്ച് കേന്ദ്ര സർക്കാർ ഉടൻ ഉത്തരവിറക്കും. ഗെയിലിന്റെ പൈപ്പ് ലൈൻ പദ്ധതി പ്രദേശത്ത് കൂടി കടന്നുപോകുന്നത് സംബന്ധിച്ച പ്രശ്നത്തിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. കൊച്ചി സ്മാർട്ട് സിറ്റിയെപ്പറ്റി ആഗോളതലത്തിൽ ഏറെ അന്വേഷണങ്ങൾ ഉള്ളതായി ടി.കോം ഗ്രൂപ്പ് സിഇഒ അബ്ദുൾ ലത്തീഫ് അൽമുല്ല പറഞ്ഞു. പദ്ധതി പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം ടി.കോം അംഗീകരിച്ചു. This is a symbolic thing we always do. Any project we do is a long-term project. പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യത്തിന് പണം ടി.കോമിന്റെ അക്കൗണ്ടിൽ കരുതിയിട്ടുണ്ടെന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ പ്രത്യേക കക്ഷി നേതാവ് M.A. യൂസഫലി പറഞ്ഞു. ഉദ്ഘാടനം ചെയ്ത ബിസിനസ് പവലിയൻ, മാർക്കറ്റിംഗ്, സെയിൽസ് വിഭാഗങ്ങളായാണ് പ്രവർത്തിക്കുന്നത്. മന്ത്രിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മനോരമ ന്യൂസ്, കൊച്ചി.